ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണമുണ്ട്. അതേസമയം ഇത് വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ UN പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കണമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിപ്പോൾ സജീവമായ ചർച്ചയിലാണെന്നും നെതന്യാഹുവുമായി സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. ജനങ്ങൾ ഷെൽട്ടറുകളിൽ അഭയം തേടി. യുദ്ധം വ്യാപിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കയുടേതടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇറാൻ മിസൈലുകൾ പായിച്ചത്. ഇവ ബാലിസ്റ്റിക് മിസൈലുകളാണോ എന്ന് വ്യക്തമല്ല. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെയാണ്. ഇവയ്ക്ക് 12 മിനിറ്റിനകം ഇസ്രായേലിലെത്താം. ഡ്രോണുകളോ ക്രൂസ് മിസൈലുകളോ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. ഏപ്രിലിൽ ഇറാൻ അഴിച്ചുവിട്ട ഡ്രോൺ മിസൈൽ ആക്രമണത്തെക്കാൾ കടുത്തതായിരിക്കും ഇക്കുറിയെന്നാണ് കണക്കുകൂട്ടൽ. ഇസ്രായേലിലെ 3 സൈനിക വ്യോമത്താവളങ്ങൾ, ടെൽ-അവീവിലെ മൊസാദിന്റെ ആസ്ഥാനം എന്നിവ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടതെന്നാണ് കരുതുന്നത്. ഇറാനിൽ നിന്നുള്ള ഏതു മിസൈൽ ആക്രമണവും വിപുലമായ തോതിലാകുമെന്നും ആളുകൾ ഷെൽട്ടറുകളിൽ കഴിയണമെന്നും IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു. ഇറാന് പുറമെ ഹിസ്ബുള്ളയും ടെൽ-അവീവ് ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചിരുന്നു. ഇസ്രായേലിന് നേരെ ഇറാന്റെ വലിയ തോതിലുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ മൊത്തം യുദ്ധം വ്യാപിക്കുന്നതിന് ഇടയാക്കിയേക്കുമെന്ന് ആശങ്കയുണ്ട്. യുദ്ധത്തിന്റെ തീവ്രതയേറിയാൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ തുണയ്ക്കായി അമേരിക്ക പാഞ്ഞെത്തും. ഇറാനിയൻ അച്ചുതണ്ടിനോട് മല്ലിടുന്ന ഇസ്രായേൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജനങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ജെറുസലേമിലെ US എംബസിയും തങ്ങളുടെ ജീവനക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയെ വകവരുത്തിയതോടെ യുദ്ധം അവസാനിച്ചെന്ന് കരുതേണ്ടി വരരുതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്ക ഇസ്രായേലിന്റെ പോരാട്ടത്തെ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് US ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. ആക്സിയോണിന്റെ രാഷ്ട്രീയ ലേഖകനും ഇസ്രായേലി പൊതുമാധ്യമ പ്രവർത്തകനുമായ ബാരക് ഡാവിഡാണ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാന്റെ ഭീഷണി പുറത്തുവിട്ടത്. അമേരിക്കയിൽ നിന്നും ഇന്റലിജൻസ് വിവരം കിട്ടിയതായി IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രാവിലെ പറഞ്ഞിരുന്നു. ഇസ്രായേലി പ്രതിരോധ സേന തെക്കൻ ലെബനനിൽ കൂടുതൽ ഉള്ളിലേക്ക് കടന്നുകയറുന്ന സൂചന നൽകിക്കൊണ്ട് അതിർത്തിയിലെ 20ഓളം പട്ടണങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ അകലെ അവാലി നദിയുടെ വടക്കുഭാഗത്തേക്ക് പോകാനാണ് ലെബനീസ് പൗരന്മാരോട് IDF വക്താവ് അവിചായ് ആൻഡ്രോയ് ആവശ്യപ്പെട്ടത്.